സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അലോജനിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, രണ്ട് ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. അലോജനിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ALLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ മൂലകോശങ്ങൾ സ്റ്റെം സെൽസ് എടുത്ത് വേറൊരു വ്യക്തിയിലേക്ക് കൊടുക്കുക, രക്തത്തിലൂടെ കൊടുക്കുക. അതിനാണ് അലോജനിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ലുക്കീമിയ AML പോലുള്ള അവസ്ഥകളിലാണ്. ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതിനെ ശരിക്കും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് വേറൊരു വ്യക്തിയുടെ എടുക്കുകയല്ല, സ്വന്തം ശരീരത്തിൽ തന്നെ മൂലകോശങ്ങൾ എടുത്ത് സേവ് ചെയ്ത് വെച്ച് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുത്ത് മജ്ജയിലെ നോർമലും അല്ലാത്തതുമായ അണുക്കളെയെല്ലാം, രോഗാണുക്കളും നോർമൽ കോശങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി, കാരണം മജ്ജ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. കാരണം രക്തത്തിൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട മജ്ജ ഇപ്പോൾ ഇല്ല, കോശങ്ങളില്ല, മൂലകോശങ്ങളില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കപ്പെട്ട മജ്ജയിലേക്ക് ആ വ്യക്തിയുടെ തന്നെ മൂലകോശങ്ങളെ തിരിച്ചു കൊടുത്ത് വീണ്ടും ഉത്തേജിപ്പിക്കുക, വീണ്ടും റെസ്ക്യൂ ചെയ്തെടുക്കുക. അതിന് പറയുന്ന പേരാണ് ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ഓട്ടോലോഗസ് സ്റ്റെം സെൽ റെസ്ക്യൂ. ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് വളരെ പൊതുവേ കേൾക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ. അലോജനിക് കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്, കുറേ കൂടെ റിസ്കി ആണ്. അലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് കടന്നു പോകാം, ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ട്. എന്നാൽ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അത്രയൊന്നും റിസ്ക്കുകളില്ല. വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്, സർജറി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനാണ് ഓട്ടോലോഗസ്. ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന രോഗാവസ്ഥകൾ പ്രധാനമായിട്ടും മയലോമ, മൾട്ടിപ്പിൾ മയലോമ എന്ന അസുഖം, ചില തരത്തിലുള്ള ലിംഫോമകൾ, ഇത് രണ്ടിലുമാണ് ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് മയലോമയുള്ള പേഷ്യൻറ്റിന് മജ്ജയ്ക്കകത്ത് ധാരാളമായിട്ട് പ്ലാസ്മ സെൽ കോശങ്ങളുണ്ട്. ആദ്യം കുറേ ചികിത്സ ചെയ്ത് ഈ പ്ലാസ്മ സെൽ കോശങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കും. കുറച്ചതിന് ശേഷം അതിൻ്റെ അളവ് വീണ്ടും ഗണ്യമായി കുറച്ച് ഡിറ്റക്റ്റബിൾ അല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുവാൻ വേണ്ടി ഡോക്ടർമാർ ആദ്യം സ്റ്റെം സെൽസ് ഹാർവെസ്റ്റ് ചെയ്യും. മൂലകോശങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അതിനുശേഷം ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുക്കും. ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഈ മജ്ജയ്ക്കകത്തുള്ള കോശങ്ങളെല്ലാം നശിക്കപ്പെടും. ആ നശിക്കപ്പെടുന്ന കോശങ്ങളോടൊപ്പം തന്നെ ഈ വളരെ സൂക്ഷ്മമായിട്ട് കിടക്കുന്ന മാലിഗ്നൻ്റായിട്ടുള്ള ക്ലോണൽ പ്ലാസ്മ സെൽസും കാണും. അവയും നശിപ്പിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ബോൺ മാരോ ഒബ്ലിറ്ററേറ്റഡ് ആയി, ഉന്മൂലനം ചെയ്തിരിക്കുന്നു. ആ ബോൺ മാരോയിലേക്ക് വീണ്ടും ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂലകോശങ്ങളെ തിരിച്ച് ബ്ലഡ് വഴി കൊടുക്കുമ്പോൾ ഈ മൂലകോശങ്ങൾ പോയി ഈ മജ്ജയ്ക്കകത്ത് പോയി വീണ്ടും താമസം പ്രാപിക്കും. അവിടെ വീണ്ടും അത് വളരും. പേഷ്യൻ്റ് അധികം താമസിക്കാതെ സ്വന്തമായി ഹീമോഗ്ലോബിനും റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഏകദേശം 7 to 14 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനിലൂടെ മയലോമ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ മയലോമയുടെ തിരിച്ചുവരവ്, വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കാര്യമായി കുറയ്ക്കുവാൻ സാധിക്കും. ഈ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ മയലോമ പോലുള്ള അസുഖങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഹൈ റിസ്ക് പേഷ്യൻസിനായിരിക്കും, അല്ലെങ്കിൽ യങ് പേഷ്യൻസ്, പ്രായം കുറവുള്ള പേഷ്യൻസിനുമായിരിക്കും. പ്രായം കൂടുതലുള്ള എന്നാൽ റിസ്ക് കുറവുള്ള തരത്തിലുള്ള മയലോമയിൽ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റേഷന് വലിയ റോളില്ല. അലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ലുക്കീമിയ എന്നുള്ള അസുഖത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു റീസൺ, വേറൊരു വ്യക്തിയുടെ മൂലകോശങ്ങൾ രോഗാവസ്ഥയുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മൂലകോശങ്ങളോട് ഈ രോഗാവസ്ഥയുള്ള വ്യക്തിയുടെ മൂലകോശങ്ങളും ശരീരത്തിലെ കോശങ്ങളും പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, അതിന് പറയുന്ന പേരാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ലുക്കീമിയ എഫക്റ്റ്. അങ്ങനെയുള്ളൊരു ഗ്രാഫ്റ്റിനോട് കിട്ടുന്ന കോശങ്ങളോടുള്ള ഹോസ്റ്റിൻ്റെ റിയാക്ഷൻ, അത് പലപ്പോഴും ലുക്കീമിയ, ആ ഹോസ്റ്റിൻ്റെ അകത്തുള്ള ബാഡ് സെൽസ്, ലുക്കീമിയ സെൽസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അലോജനിക് ട്രാൻസ്പ്ലാന്റേഷനിൽ മൂലകോശങ്ങൾ കൊടുക്കുന്നത്, വേറൊരു വ്യക്തിയുടെ സ്റ്റെം സെൽസ് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഗ്രാഫ്റ്റ് വേഴ്സസ് ലുക്കീമിയ ഇഫക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ കൂടിയാണ്. ഗ്രാഫ്റ്റിന് ലുക്കീമിയക്കെതിരെ ഒരു എഫക്റ്റ് കിട്ടാൻ കൂടിയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു തിക്ത അനുഭവം, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്
അതിനും റിസ്ക് കൂടുമെന്നുള്ളതാണ്. അതായത് കിട്ടുന്ന ഗ്രാഫ്റ്റിനെ ആ ഹോസ്റ്റിനെതിരെ ചിലപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കും. അവിടെയാണ് പലപ്പോഴും ആരംഭഘട്ടത്തിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ, അലോജനിക് കഴിയുമ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കും. കാരണം ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഇഫക്റ്റ് കാര്യമായി ഉണ്ടാകാതിരിക്കുവാനായിട്ട്. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.